ഹായ്, നമസ്കാരം. നിങ്ങളുടെ നാളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നു? ചെറുപ്രായത്തില് കുട്ടികളായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ പ്രൊട്ടക്ഷനിൽ നമ്മൾ സന്തോഷപൂർവ്വം മുന്നോട്ട് പോയി. പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയായി വരുമാനമായി ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ നാളെ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ നോക്കുന്നേയില്ല. പിന്നീട് വിവാഹം കഴിഞ്ഞു, ഫാമിലിയായി, മക്കളായി, കുടുംബമായി, അല്പം വീടൊക്കെ വെച്ച് നല്ലൊരു സെറ്റപ്പിലാവുന്ന സമയത്ത് കുറച്ച് ബാധ്യതകളായി. പിന്നീടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ബാധ്യതകൾ തീർക്കാനും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അവിടെ നമ്മൾ മറക്കുകയാണ്. പക്ഷെ നമ്മുടെ നാളെ എന്ന് പറയുന്നത് നമുക്കൊരു വാർദ്ധക്യം വരുന്നുണ്ടെന്നും അത് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണെന്നും നമ്മൾ മറന്നു പോകുമ്പോൾ ജീവിതം വാർദ്ധക്യം എന്ന് പറയുന്നത് നമുക്ക് ബാലികേറ മലയായിട്ട് മാറുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വരുമാനം തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് ചെറുതോ വലുതോ എത്രയോ ആയിക്കൊള്ളട്ടെ, അതിന്റെ ഒരു ചെറിയ ശതമാനം നമ്മുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വാർദ്ധക്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നു. അപ്പോൾ ഇതിന് പറ്റാവുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് നമുക്കത് ഉപകാരപ്രദമാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന നാളുകൾ ഏറ്റവും സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.